Okay, അപ്പൊ അടുത്ത സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി നോക്കി. വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് വിൽ ഓപ്പൺ ടു അക്കൗണ്ട്സ്, പർച്ചേസ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഗുഡ്സ് എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ വിൽ ഓപ്പൺ ഐദർ പർച്ചേസ് അക്കൗണ്ട് ഓർ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഓർ സെയിൽസ് അക്കൗണ്ട് ഓർ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. അങ്ങനെ 4 അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പൊ ഇതിൽ ഇപ്പൊ പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ കണ്ടതുകൊണ്ട് വി ആർ ഗോയിങ് ടു ഓപ്പൺ എ പർച്ചേസ് അക്കൗണ്ട്. ക്യാഷ് കൊടുത്താണ് സാധനം വാങ്ങിച്ചത്, വിൽ ഓപ്പൺ എ ക്യാഷ് അക്കൗണ്ട്. എപ്പോഴും ഓർത്തിരിക്കണം, പർച്ചേസ് അക്കൗണ്ട് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ്. ഒരു എക്സെപ്ഷണൽ കേസേ ഉള്ളൂ. വെൻ യു ഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ പർപ്പസ് ഫ്രം ദി ബിസിനസ്, നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അല്ലാത്തപ്പോഴെല്ലാം പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു, ഗുഡ്സ് ഒരു അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തത്. അതുപോലെ പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ക്യാഷ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്, സോ വി ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ക്യാഷ്. റിയൽ അക്കൗണ്ടിൽ തന്നെ വരുന്ന ഒരെണ്ണമാണ്. സെക്കൻഡ് ഇസ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. നിങ്ങൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പം യുവർ ക്രെഡിറ്റർ ഓർ ദി സപ്ലയർ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ശോഭിത്സ് അക്കൗണ്ട് എന്നോ രവീസ് അക്കൗണ്ട് എന്നോ ലക്ഷ്മീസ് അക്കൗണ്ട് എന്നോ അഭിരാംസ് അക്കൗണ്ട് എന്നോ ഒക്കെ പറഞ്ഞ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ക്രെഡിറ്ററിന് പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ദി അതർ അക്കൗണ്ട് വിൽ ബി ദ പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണെന്ന് നമുക്കറിയാം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോ അത് നമുക്ക് നോക്കാം. അതിന്റെ റൂൾസ് അനുസരിച്ച് പർച്ചേസ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് ഒരു റിയൽ അക്കൗണ്ട് ആണ്, പുറത്തു പോയി ബിസിനസ്സിൽ നിന്നും, അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഗുഡ്സ് ബിസിനസ്സിൽ വരുന്നു, ഗുഡ്സ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ഇൻ യുവർ ബിസിനസ്, സോ വി ക്രെഡിറ്റഡ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അഗെയിൻ വിൽ ഓപ്പൺ എ പർച്ചേസ് അക്കൗണ്ട് ആൻഡ് എ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അതൊരു അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇനി നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, ഒരാൾക്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. അവിടെ നമ്മൾ ക്രെഡിറ്റ് ദ ഗിവർ. ഹി ഈസ് ദ പേഴ്സൺ ഹു ഗേവ് സംതിങ് ടു ദ ബിസിനസ്, ഐദർ ഇൻ ദ ഫോം ഓഫ് സർവീസ് ഓർ ഗുഡ്സ്. നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിന് തന്നിട്ടുള്ള ഒരാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അതുകൊണ്ട് അയാളുടെ അക്കൗണ്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്തു. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ പർച്ചേസ് ചെയ്തപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി ക്രെഡിറ്ററിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ബാധ്യതയാണ്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ വി ഷുഡ് സെറ്റിൽ ദാറ്റ് അക്കൗണ്ട്. സോ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആർ റിട്ടേൺ. സി സംടൈംസ് നമ്മൾ പോയി വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കും ദ പ്രോഡക്റ്റ് മൈറ്റ് ബി ഡിഫക്റ്റീവ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മൈറ്റ് ഹാവ് സർപാസ് ദ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് ആയിരിക്കാം. അതുകൊണ്ട് വി വുഡ് ലൈക്ക് ടു റിട്ടേൺ ബാക്ക് ദ ഗുഡ്സ് ദാറ്റ് വി പർച്ചേസ്. നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന സാധനം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സപ്ലയറിന് തിരിച്ചു കൊടുക്കുന്ന സർക്കംസ്റ്റൻസിലാണ് വി വിൽ ഓപ്പൺ എ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ വെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആർ റിട്ടേൺഡ്, വൺ ഓഫ് ദി അക്കൗണ്ട്സ് ദാറ്റ് വി വിൽ ഓപ്പൺ ഇസ് ദി പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. വാങ്ങിച്ച സാധനം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ ഈ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നതും ഒരു റിയൽ അക്കൗണ്ട് തന്നെ. ഇറ്റ് ഇസ് ഡീലിംഗ് വിത്ത് ദ അസറ്റ് ദാറ്റ് വി ബോട്ട്. അല്ലെ, ഗുഡ്സ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൽ വാങ്ങിച്ചു വെച്ചിരുന്നു. ആ ഗുഡ്സ് ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് ആൻ അസറ്റ്. അത് റിയൽ അക്കൗണ്ടിൽ വരും. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു കൊടുത്തപ്പോൾ അത് വെന്റ് ഔട്ട് ഓഫ് ദ ബിസിനസ്. സോ വി ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ദാറ്റ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഞാനൊരു കുറുക്ക് വഴി പറഞ്ഞു തന്നിരുന്നു. പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ വി ആർ ഓൾവേസ് ഗോയിങ് ടു ഡെബിറ്റ് ദ പർച്ചേസ് അക്കൗണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് റിട്ടേൺ. വി വിൽ ഓൾവേസ് ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി അനദർ അക്കൗണ്ട് ഇസ് ദി
ക്രെഡിറ്റർ ഓർ ദി സപ്ലയർ, ആരാണോ നമുക്ക് ഈ സാധനം തന്നത് അവരെ വിളിച്ചിട്ടാണ് നമ്മൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നത്. വി ആർ റിട്ടേണിംഗ് ഇറ്റ് ബാക്ക് ടു ദ സപ്ലയർ ഓർ ദി ക്രെഡിറ്റർ. സോ വിൽ ഹാവ് ടു ഓപ്പൺ എൻ അക്കൗണ്ട് ഇൻ ദിയർ നെയിം. ആ സപ്ലയർ ക്രെഡിറ്റർ ആരായാലും, രവി, രാജു, രമ എന്നൊക്കെ പറഞ്ഞ ആരുടെ അക്കൗണ്ട് ആയാലും അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ട് ആണ് ക്രെഡിറ്റർ ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട്. ദാറ്റ് കംസ് അണ്ടർ പേഴ്സണൽ അക്കൗണ്ട്. ഡെബിറ്റ് ദ റിസീവർ. ദേ ആർ ദ പീപ്പിൾ who are receiving back the goods that we are rejecting and giving back. നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റർ, അയാളുടെ അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഡെബിറ്റ് ദ റിസീവർ. രണ്ടാമത്തെ മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയർ എന്ന് പറയുന്ന ഒരാള് എന്റെ ലയബിലിറ്റി ആയിരുന്നു. ഞാൻ എപ്പോഴായാലും അയാൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് സാധനം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തപ്പോൾ മൈ ലയബിലിറ്റി ഡിക്രീസ്ഡ്. അയാൾക്ക് ഞാൻ ഇനി അത് മാറ്റിയിട്ടുള്ള ബാക്കി പൈസ കൊടുത്താൽ മതി. വേണ്ടെന്ന് പറഞ്ഞ് സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വി വിൽ ഡെബിറ്റ് ദാറ്റ് അക്കൗണ്ട്. പെർച്ചേസ് റിട്ടേൺ ആകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനം ഗുഡ്സ് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ഇറ്റ് ഈസ് എൻ അസറ്റ്. ആ അസറ്റിൽ ഡിക്രീസ് സംഭവിച്ചു, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി അപ്പൊ പെർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പെർച്ചേസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആണെന്ന് മാത്രം ഓർത്തു വെക്കുക. പെർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇഫ് യു ആർ പെർച്ചേസിംഗ് ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്താണ് വാങ്ങിച്ചെങ്കിൽ പെർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് കാണിക്കുക. ഇനി ക്യാഷ് അല്ല ക്രെഡിറ്റിലാണ് വാങ്ങിച്ചതെങ്കിൽ ആരുടെ കയ്യിലാണോ വാങ്ങിച്ചത് അയാളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. രവീസ് അക്കൗണ്ട്, രമാസ് അക്കൗണ്ട്, രാജൂസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പെർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ദ ക്രെഡിറ്റർ ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട് നമ്മൾ രണ്ടാതെ കാണിക്കും. നമുക്ക് സാധനം വേണ്ട, വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആരുടെ കയ്യിലാണോ വാങ്ങിച്ചത് അയാളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ക്രെഡിറ്റർ ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്ററിനെ സപ്ലയറിനെ വിളിച്ചിട്ട് സാധനം നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യും. പെർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് 3 ട്രാൻസാക്ഷൻസ്. അപ്പൊ പെർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വെൻ വി ബൈ ദ ഗുഡ്സ് ഫോർ ക്യാഷ്, when we buy it for credit, when we return back the goods that we purchased. Next set is with regard to sales. When you sell it for cash, when you sell it on credit, and when you get back the goods that you sold, when somebody returns the goods that you sold. എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. See, when goods are sold for cash, ഇവിടെ നമ്മൾ 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഒന്ന് സെയിൽസ് അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടുമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഗുഡ്സ് നമ്മൾ സെൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് ക്യാഷ് വരെയാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ ബിസിനസിന്റെ അകത്തോട്ട് വരെയാണ്. അപ്പൊ അതാണ് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ വെച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് ബിസിനസിന്റെ അകത്തോട്ട് വന്നത് കൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. വെൻ യു സെൽ ഗുഡ്സ്, ദ ഗുഡ്സ് ഗോ ഔട്ട് ഓഫ് യുവർ ബിസിനസ്. അല്ലെ, നമ്മൾ സാധനം വേറൊരാൾക്ക് കൊടുത്തുവിടുകയാണ്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയി. അപ്പൊ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണ് ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ചുള്ള റൂൾ. സോ യുവർ ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ഞാൻ സാധനം വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടുന്നു. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഞാനത് ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. സെയിൽസ് എന്ന് പറയുന്നത് ഞാൻ സാധനം വിൽക്കുമ്പോൾ കയ്യിലുള്ള സ്റ്റോക്കിൽ ഡിക്രീസ് സംഭവിക്കണം. എന്റെ കയ്യിലുള്ള ഗുഡ്സ് ആയിട്ടുള്ള അസറ്റ്സിൽ ഡിക്രീസ് സംഭവിച്ചു. സോ ഐ ക്രെഡിറ്റഡ് ദാറ്റ് അക്കൗണ്ട്. യുവർ ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഇനി ഒരു ഈസി മെത്തേഡ് ടു റിമെമ്പർ ഇസ് സെയിൽസ് അക്കൗണ്ട് ഇസ് ഓൾവേസ് ക്രെഡിറ്റ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് ഓൾവേസ് ക്രെഡിറ്റ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഇസ് ഓൾവേസ് ഡെബിറ്റ്, purchase account is always debit, purchase return account is always credit, sales account is always credit. ക്യാഷിനാണ് എങ്കിൽ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതല്ല നമ്മൾ ക്രെഡിറ്റിനാണ് സെയിൽസ് നടത്തിയത്, പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് നമ്മൾ സെയിൽസ് നടത്തിയത് എങ്കിൽ ആർക്കാണോ നമ്മൾ കൊടുത്തത്, നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ അയാളെ നമുക്ക് ഡെപ്റ്റർ എന്ന് പറയാം. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അയാളുടെ പേരിൽ ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. Whatever his name is, we'll open an account in that name. We'll open a debtors account and a sales account. Sales എപ്പോഴും ക്രെഡിറ്റ് ആണ് എന്ന് നമുക്ക് അറിയാം. അതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. നോക്കിയേ,
When goods are sold on credit, ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ഒരു ഡെപ്റ്ററും ഉണ്ട്, ഒരു സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. നെയിം ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തെങ്കിൽ ആ നെയിം വെച്ചിട്ടേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവൂ. ഇവിടെ ഇപ്പൊ നെയിം ഇല്ലാത്തതുകൊണ്ട് ജനറലൈസ് ചെയ്ത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയും. Now this debtors account is a personal account. Debit the receiver. He is the person who is receiving the goods that we are giving on credit. നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുന്ന സാധനം റിസീവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഡെബിറ്റ് ദ റിസീവർ. ഇനി സെയിൽസ് നടത്തിയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് പുറത്തു പോയി, അസറ്റ് പുറത്തു പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മളൊരു സെയിൽസ് നടത്തിയപ്പോൾ ഡെപ്റ്ററിന്റെ എമൗണ്ടിൽ ഇൻക്രീസ് വന്നു. ഡെപ്റ്റർ എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റ് ആണ്. എന്നായാലും ഇങ്ങോട്ട് പൈസ തരാൻ ഉള്ള ആളാണ് ഡെപ്റ്റർ. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്തു, നമ്മൾ അത് ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി സെയിൽസ് നടത്തിയപ്പോഴത്തേക്കും അസറ്റിൽ ഡിക്രീസ് സംഭവിച്ചു. നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്ന റെഡി ആയിട്ടുള്ള സ്റ്റോക്കിൽ ഡിക്രീസ് വന്നു, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ ഇത്ര ഓർത്താൽ മതി. സെയിൽസ് അക്കൗണ്ട് ഇസ് ഓൾവേസ് ക്രെഡിറ്റഡ്. If you are selling it for cash, journal entry is cash account debit to sales account. If you are selling it for credit, your journal entry is the debtor or customer's account to sales account. ഇനി സെയിൽസ് റിട്ടേൺ ചെയ്തു. നമ്മൾ ഏത് സാധനമാണ് സെൽ ചെയ്തത്, അവർ കസ്റ്റമർ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഗുഡ്സ്, ഹി വാണ്ട്സ് ടു റിട്ടേൺ വാട്ട് ഹി പർച്ചേസ്ഡ്. അപ്പൊ അതിൽ റിട്ടേൺ ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. Now sales account എപ്പോഴും ക്രെഡിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സെയിൽസ് റിട്ടേൺ വിൽ ബി ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്ന അക്കൗണ്ട് ആണ്. അപ്പം ആരെങ്കിലും സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ഓപ്പൺ എ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ആരാണോ സാധനം റിട്ടേൺ ചെയ്തത് നമ്മുടെ കസ്റ്റമറിന്റെ പേര് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം രണ്ടാമത്തെ ആയിട്ട്. എന്തുകൊണ്ടാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്? വിൽ ചെക്ക് ദ റൂൾസ്. Goods sold returned by the customer. He was not pleased. He returned back the goods. ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ സെയിൽസ് റിട്ടേൺ, നമ്മുടെ ഗുഡ്സ് ആയിട്ടുള്ള സംഭവം അതൊരു അസറ്റ് ആണ്. ഇറ്റ് കംസ് ഇൻ ദ റിയൽ അക്കൗണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് സെയിൽ ചെയ്ത് പുറത്തു വിട്ട സാധനം തിരിച്ച് ബിസിനസിന്റെ അകത്തോട്ട് വരെയാണ്. That is why we call it as debit what comes in rule applicable ആയി. ഇനി വിൽ ഓപ്പൺ എ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് ദ ഗിവർ, ആരാണോ ആ സാധനം വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു തരുന്നത് അയാളുടെ അക്കൗണ്ടിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ സംഭവിക്കുമ്പോൾ എന്റെ ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻക്രീസ് സംഭവിച്ചു, അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ അത് ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി ഡെപ്റ്ററിന്റെ കേസ് ആണെങ്കിൽ ആരാണോ ഇങ്ങോട്ട് പൈസ തരാനുള്ളത് അയാളാണ് ഡെപ്റ്റർ. അപ്പൊ അയാൾ സാധനമാണ് തിരിച്ചു തന്നത്, അപ്പൊ ഇനി അയാളുടെ എനിക്ക് പൈസ കിട്ടത്തില്ല. അപ്പൊ ഡെപ്റ്ററിന്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നു, അസറ്റ് ഡിക്രീസ് ചെയ്തു, നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ ഇത്രയും ട്രാൻസാക്ഷൻസ് ഒരു സെറ്റായിട്ട് ഓർത്തിരിക്കണം. ഇത് കുറച്ച് ടിപ്സ് ആണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെൻ യു സീ ദ വേർഡ് സ്റ്റാർട്ടഡ് ഓർ കമൻസ്ഡ്, യു വിൽ ഓപ്പൺ എ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. When you see the word personal or domestic or private in the question, you should open a drawings account. Drawings account എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. ഇനി ഗുഡ്സ് എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഐദർ ഓപ്പൺ പർച്ചേസ് അക്കൗണ്ട് ഓർ സെയിൽസ് അക്കൗണ്ട് ഓർ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഓർ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഡെബിറ്റ് ആണ്, നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ഗുഡ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തിട്ട് പോകുമ്പോൾ മാത്രം പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ഓൾവേസ് ക്രെഡിറ്റ് ആണ്, എപ്പോഴും ക്രെഡിറ്റിൽ കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. സെയിൽസും എപ്പോഴും ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ അതാണ് സം ഓഫ് ദ ടിപ്സ്. അപ്പൊ അത് യൂസ് ചെയ്ത് വേണമെങ്കിലും യു ക്യാൻ അറൈവ് അറ്റ് യുവർ ജേർണൽ എൻട്രി ഓർ യു ക്യാൻ യൂസ് ദ ഫസ്റ്റ് മെത്തേഡ് ആൻഡ് ഫോളോ ദ റൂൾസ് ഓർ സെക്കൻഡ് മെത്തേഡ് ആൻഡ് ഫോളോ ദ റൂൾസ്. എങ്ങനെയായാലും ഫൈനൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടാനായിട്ട് പറ്റണം. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് വാസ് വിത്ത് റിഗാർഡ് ടു ദ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. സെക്കൻഡ് സെറ്റ് ഇസ് വിത്ത് റിഗാർഡ് ടു purchase and sale of goods. The third set is with regard to purchase and sale of assets. നേരത്തെ നമ്മൾ ഗുഡ്സും ആയിട്ടാണ്
ചെയ്തത്. ഇപ്പൊ അസറ്റ്സ് എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്താൽ, ഇഫ് യു പർച്ചേസ് ഫോർ ക്യാഷ്, ഇഫ് യു പർച്ചേസ് ഫോർ ക്രെഡിറ്റ്, നിങ്ങൾ പർച്ചേസ് ചെയ്ത അസറ്റ് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്താൽ എങ്ങനെ കാണിക്കും? സെയിൽസ്, ഇഫ് യു സെൽ ഫോർ ക്യാഷ്, ഇഫ് യു സെൽ ഫോർ ക്രെഡിറ്റ്, വാങ്ങിച്ച ഏതെങ്കിലും അസറ്റ് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്താൽ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്യണം, മറ്റേ ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇതും കൂടെ നമുക്ക് നോക്കാമല്ലോ, അതിനും കൂടെ ടൈം ഉണ്ട് എന്ന് തോന്നുന്നു. So we'll check that also. See, the first transaction is asset purchased for cash. നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു എന്നാണെങ്കിൽ ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ഇഫ് യു പർച്ചേസ്ഡ് ഇറ്റ് ഫോർ ക്യാഷ്. സി, പർച്ചേസ് എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഗുഡ്സിനെ കീവേഡ് ആയിട്ട് പറഞ്ഞത്. ഇഫ് യു സീ ദ വേർഡ് ഗുഡ്സ് എങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ട്രാൻസാക്ഷനിൽ ഗുഡ്സ് എന്നൊരു വേർഡ് ഇവിടെ ഒരിടത്തും ഇല്ല, ഇല്ലേ? അസറ്റ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല. വിൽ ഓപ്പൺ എ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ദി അസറ്റ് അക്കൗണ്ട്. അപ്പം നിങ്ങളുടെ ജേർണൽ എൻട്രി പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണെങ്കിൽ we will open a furniture account and a cash account. Purchased machinery for cash ആണെങ്കിൽ we will open a machinery account and a cash account. Purchase land and building for cash ആണെങ്കിൽ we will open a land and building account and a cash account. അപ്പൊ അസറ്റിന്റെ പേര് എന്താണെന്ന് പറഞ്ഞിരിക്കും, അതിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ലെറ്റ്സ് ചെക്ക് ദ റൂൾസ്. അപ്പൊ one is your asset account, other is the cash account. ബിസിനസിന്റെ അകത്തോട്ട് അസറ്റ് വരുന്നു ഇൻ ദ ഫോം ഓഫ് മെഷീനറി, അല്ലെങ്കിൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ ലാൻഡ്, അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ ഫോമിൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ അസറ്റ് വരെയാണ്. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇനി ഇതെല്ലാം വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പുറത്തു പോകുന്നു? ക്യാഷ് പോകുന്നു. വി ഹാവ് ടു ഗിവ് ക്യാഷ് ഇൻ റിട്ടേൺ. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പുറത്തു പോകുന്നത് കൊണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ, അസറ്റ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യാണ്. വെൻ അസറ്റ് ഇൻക്രീസസ് വി വിൽ ഡെബിറ്റ് ഇറ്റ്. ഇനി നമ്മൾ ഈ അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് വി ആർ ഗിവിംഗ് ക്യാഷ്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൽ ഡിക്രീസ് ചെയ്യാണ്. വെൻ അസറ്റ് ഡിക്രീസസ് യു ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ഇറ്റ്. നമ്മുടെ ജേർണൽ എൻട്രി ഈസ് വെൻ യു പർച്ചേസിംഗ് an asset for cash, the journal entry is asset account debit to ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് ഒന്നും ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല, ഒരു ഇമാജിനറി ഫിഗർ കൊടുത്താൽ മതി അതിന്റെ നേരെയായിട്ട്. സോ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ആൻഡ് യു വിൽ ഗിവ് ദ നറേഷൻ ബീയിങ് അസറ്റ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. സി, ഇവിടെ നമ്മൾ വി ആർ നോട്ട് ഗിവിംഗ് ദ ക്യാഷ് ഇമ്മീഡിയറ്റ്ലി, വി ആർ ഗോയിങ് ടു ഗിവ് ദ ക്യാഷ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. പിന്നീട് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് അസറ്റ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ അവിടെ ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? നമുക്ക് ഒരു ക്രെഡിറ്റർ ഉണ്ടായിട്ടുണ്ട്, ഇനി ഞാൻ അയാൾക്ക് പൈസ കൊടുക്കണം. ആരാണോ അസറ്റ് സപ്ലൈ ചെയ്യണം. അപ്പൊ സപ്ലയേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ക്യാഷ് പോയിട്ടില്ല, സോ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യത്തില്ല. അപ്പൊ ഒരു അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടും ഒരു അക്കൗണ്ട് സപ്ലയർ ഓർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ABC ലിമിറ്റഡ് എങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്സിൽ ഒന്ന് ഫർണിച്ചർ അക്കൗണ്ടും മറ്റത് ABC ലിമിറ്റഡ് അക്കൗണ്ടും ആയിരിക്കും. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം രാജു ആണെങ്കിൽ രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് മെഷീനറി അക്കൗണ്ടും രാജൂസ് അക്കൗണ്ടും ആയിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആളുടെ പേരായിരിക്കും ഒരെണ്ണം, മറ്റത് നമ്മൾ എന്ത് അസറ്റ് ആണോ വാങ്ങിച്ചത് അതിന്റെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇവിടെ ഇപ്പം സപ്ലയർ എന്ന് ഞാൻ ജനറലൈസ് ചെയ്ത് വിളിക്കുകയാണ്. One of the account is the asset account, other is the suppliers account. അസറ്റ് എന്ന് പറയുമ്പോൾ റിയൽ അക്കൗണ്ട് ആണ്. നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ബിസിനസിന്റെ അകത്തോട്ട് അസറ്റ് വരുന്നു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സപ്ലയർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആണ്. ഇറ്റ് കംസ് അണ്ടർ പേഴ്സണൽ അക്കൗണ്ട്. ക്രെഡിറ്റ് ദ ഗിവർ, ഹിസ് എ പേഴ്സൺ ഹൂസ് ഗിവിംഗ് അസ് ദി അസറ്റ്. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി അവിടെ സപ്ലയർ എന്ന് പറയുന്ന ആൾ ക്രെഡിറ്റർ ആണ്. ഒരു ക്രെഡിറ്റർ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലയബിലിറ്റിയിൽ ഇൻക്രീസ് സംഭവിക്കുന്നു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ്, റിട്ടേൺഡ് ദ പർച്ചേസ്ഡ് ഗുഡ്സ് ടു ദ സപ്ലയർ. നമ്മൾ വാങ്ങിച്ച അസറ്റ്, ഗുഡ്സ് അല്ല, സോറി, ഗുഡ്സ് ആണെങ്കിൽ നമ്മുടെ പർച്ചേസ് റിട്ടേൺ വരും.
നമ്മുടെ അസറ്റ് നമ്മൾ റിട്ടേൺ ചെയ്തു എന്നാണ് ഇവിടെ മീനിങ് വരുന്നത് കേട്ടോ. റിട്ടേൺ ദ പർച്ചേസ്ഡ് അസറ്റ് ടു ദ സപ്ലയർ ആണെങ്കിൽ എങ്ങനെ ജേർണൽ എൻട്രി വരും? ഇവിടെ ഗുഡ്സ് എന്ന് കണ്ടാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇതാണ് ട്രാൻസാക്ഷൻ. Purchased asset. Okay. Return the purchased asset to the supplier. അപ്പോൾ എങ്ങനെ ജേർണൽ എൻട്രി വരുമെന്ന് നമുക്ക് നോക്കാം. See, the asset is returned to the supplier. അപ്പോൾ നമുക്ക് purchase return account ഓപ്പൺ ചെയ്ത് കളയരുത്. It is with regard to a particular asset. Goods എന്നൊരു വേർഡ് കണ്ടാൽ മാത്രമേ നമ്മൾ purchase return account ഓപ്പൺ ചെയ്യൂ. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അസറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ആ സപ്ലയർ ആർക്കാണോ ഗുഡ്സ് നമ്മൾ അസറ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അയാളുടെ അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ഇപ്പം റിട്ടേൺ ദ ഫർണിച്ചർ ബോട്ട് ടു XYZ കമ്പനി എന്നാണെങ്കിൽ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ടും ഓപ്പൺ ചെയ്യും, XYZ കമ്പനീസ് അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതാണ് സപ്ലയേഴ്സ് അക്കൗണ്ടും അസറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ആരാണോ സപ്ലയർ അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. He is receiving the good assets that you are returning back. So debit the receiver. ഇനി അസറ്റ് വാങ്ങിച്ചു വെച്ചത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കുവാണ്. We are giving it back. It goes out of the business. So credit what goes out. ഇനി വാങ്ങിച്ച അസറ്റ് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇനി അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ ക്രെഡിറ്ററിന്റെ എമൗണ്ട് കുറയാണ്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് ഡെബിറ്റ് ചെയ്തു. അസറ്റ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്, അസറ്റ് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. അത് രണ്ട് റൂൾസ് വെച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ. ദിസ് ഇസ് വിത്ത് റിഗാർഡ് ടു ദ പർച്ചേസ് ഓഫ് അസറ്റ്സ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗുഡ്സ് എന്നൊരു വേർഡ് കണ്ടാലേ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവൂ. ഇഫ് യു ആർ പർച്ചേസിങ് ഓർ സെല്ലിംഗ് ആൻ അസറ്റ്, അസറ്റിന്റെ അക്കൗണ്ട് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. പർച്ചേസ് സെയിൽസ് ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്യൂല. ക്യാഷിനാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. ഇഫ് യു ആർ ബൈയിങ് ഇറ്റ് ഫോർ ക്രെഡിറ്റ്, ദ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ദ പേഴ്സൺസ് നെയിം ഫ്രം ഹൂം യു പർച്ചേസ്ഡ് ഇറ്റ്. അപ്പം സപ്ലയേഴ്സ് അക്കൗണ്ട് എന്ന് വരും. ഇനി റിട്ടേൺ ബാക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ ആരുടെ കയ്യിലാണോ വാങ്ങിച്ചത് അയാളെ ഡെബിറ്റ് ചെയ്തിട്ട് അസറ്റ് പുറത്തു പോയി അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് ഈ ഒരു സെറ്റും കൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. സി ക്യാഷ് സെയിൽസ് ഓഫ് അസറ്റ്. ഇവിടെ ഒരു സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂല, കാരണം ഗുഡ്സ് എന്നൊരു വേർഡ് ഇല്ല. ഇറ്റ് ഇസ് വിത്ത് റിഗാർഡ് ടു ആൻ അസറ്റ്. സോ ടു അക്കൗണ്ട്സ് ദാറ്റ് യു വിൽ ഓപ്പൺ ഇസ് ക്യാഷ് അക്കൗണ്ട് ആൻഡ് അസറ്റ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ആൻഡ് അസറ്റ് അക്കൗണ്ട്. ഇനി നമുക്ക് സെയിൽസ് നടത്തി, അപ്പോഴത്തേക്കും അസറ്റ് പുറത്ത് പോയി ക്യാഷ് ബിസിനസിന്റെ അകത്തോട്ട് വന്നു. So journal entry will be cash account debit to sales account. നോക്കിയേ, ക്യാഷ് ബിസിനസിന്റെ അകത്ത് വന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അസറ്റ് എന്ന് പറയുന്ന സംഭവം ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് ആണ് നമ്മുടെ ജേർണൽ എൻട്രി. ഇനി സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് ആണ് എങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്തു. നമ്മളൊരു സെയിൽസ് നടത്തിയപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അത് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി നമ്മുടെ കയ്യിലുള്ള അസറ്റ് എന്തായാലും സെയിൽ ചെയ്തപ്പോൾ അത് ഡിക്രീസ് ചെയ്തു, നോ ലോങ്ങർ എക്സിസ്റ്റ് ഇൻ ആ ബിസിനസ്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് ഇസ് ദ ജേർണൽ എൻട്രി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് credit sale of asset. Here also we will not open a sales account. Two of the accounts that we will open is, first one is the asset account and the other one is the customers account. ആരാണോ നമ്മുടെ കസ്റ്റമർ അയാളുടെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. കസ്റ്റമർ തന്നെയാണ് ഡെപ്റ്റർ. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഹി ഈസ് റിസീവിംഗ് ദ അസറ്റ്സ് ദാറ്റ് വി സോൾഡ്, സോ ഡെബിറ്റ് ദ റിസീവർ. അസറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്, ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയി, നമ്മൾ സെയിൽസ് ചെയ്തപ്പോൾ അത് ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ ഡെപ്റ്റർ എന്ന് പറയുന്ന ആള് അതൊരു അസറ്റ് ആണ്, നമുക്ക് എപ്പോഴായാലും പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ആ അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ സെയിൽ നടത്തിയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റിന്റെ ക്വാണ്ടിറ്റിയിൽ ഡിക്രീസ് വന്നു, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. ലാസ്റ്റ് ട്രാൻസാക്ഷൻ, സോൾഡ് അസറ്റ്സ്
റിട്ടേൺഡ് ബൈ ബയർ. നമ്മൾ വിറ്റ അസറ്റ് ബയർ റിട്ടേൺ ചെയ്തു. അതായത് സെയിൽസ് റിട്ടേണിന്റെ കേസാണ്. പക്ഷെ നമ്മൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂല. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യൂ. ഇതൊരു അസറ്റ് ആണ്. സോ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് അസറ്റ് അക്കൗണ്ടും രണ്ടാമത്തത് ആരാണോ നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച ബയർ അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്റർ എന്ന് നമുക്ക് പറയാം. അയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. So these are the two accounts that we'll open, the asset account and the buyer or the debtor or the supplier's account. Asset എന്ന് പറയുന്നത് നമ്മൾ വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് പിന്നും അത് തിരിച്ചു വരെയാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇനി ബയർ അല്ലെങ്കിൽ ഡെപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ആള് അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് ദ ഗിവർ, ഹി ഈസ് ദ വൺ ഹൂസ് ഗിവിംഗ് ബാക്ക് ദ അസറ്റ് ദാറ്റ് ഹി ബോട്ട്. സെക്കൻഡ് മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ഗുഡ്സ് തിരിച്ചു വരുമ്പോഴത്തേക്കും അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റ് ആയിരുന്നു, പക്ഷെ അയാൾ ഇപ്പം നോ ലോങ്ങർ എക്സിസ്റ്റ്. അയാൾ സാധനം തന്നു, അയാളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ തീർന്നു. സോ അവിടെ അസറ്റ് ഡിക്രീസ് ചെയ്തു, നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ ഇത്രയാണ് നമ്മുടെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് അസറ്റ്സ് ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്.